ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീട് എന്താ പറഞ്ഞാൽ ഞാൻ ക്രോഷ വെച്ചിട്ട് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഫ്ലവറിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന 4mm ഹുക്കും പിന്നെ ഈ ഒരു പിങ്ക് കളർ യാണുമാണ്. മറ്റേത് ഞാൻ പച്ച കളർ യാൺ വെച്ചിട്ടാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ പിങ്ക് കളർ യാണാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് മാജിക് സർക്കിൾ ഇടണം. അതിനു വേണ്ടി എക്സ് പോലെ ഇവിടെ ഇങ്ങനെ കെട്ടുക. ആദ്യം ചുറ്റിയ ഇതിലേക്ക് ഹുക്ക് ഇറക്കുക. എന്നിട്ട് രണ്ടാമത് ചുറ്റതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കറക്കി എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയിട്ട് ഒരു 2 ചെയിൻ ഇട്ട് കൊടുക്കുക. 2 ചെയിൻ അങ്ങനെ ഇടുക. ചെയിന് നമ്മുടെ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് പുൾ ത്രൂ ചെയ്യുമ്പോൾ ഒരു ചെയിനാവും. അങ്ങനെ 2 ചെയിൻ ചെയ്യണം. അപ്പം എന്തായിരുന്നു ഇങ്ങനത്തെ സാധനം കിട്ടും. ഇങ്ങനെ ഒരു സാധനം കിട്ടും. ഞാൻ ആദ്യം തൊട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ഇങ്ങനെ ഒരു മാജിക് റിങ് ഉണ്ടാക്കാനായിട്ട് എക്സ് പോലെ ചുറ്റുക. ഫസ്റ്റ് ചുറ്റേൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഹുക്ക് കയറ്റുക. സെക്കൻഡ് ചുറ്റേൻ്റെ ഉള്ളിൽ കൂടെ സാധനം യാൺ വലിച്ചിട്ട് ഇങ്ങനെയുള്ള യാൺ ഇങ്ങനെ ഒന്ന് കെട്ടിയെടുക്കുക. യെസ്. എന്നിട്ട് 2 ചെയിൻ ചെയ്യുക. അതിനെ യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. അപ്പം 2 ചെയിൻ ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ട ഡബിൾ ക്രോഷയാണ്. ഡബിൾ ക്രോഷയ്ക്ക് വേണ്ടി യാൺ ഓവർ ചെയ്തിട്ട് ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഹുക്ക് കയറ്റിയിട്ട് ഒന്ന് യാൺ ഓവർ ചെയ്തിട്ട് പുൾ ത്രൂ ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 3 ലൂപ്പ് ഉണ്ടാവും. ആ യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കഴിയുമ്പോൾ ഇവിടെ 2 ലൂപ്പ് ഉണ്ടാവും. പിന്നെ യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്പിൽ കൂടെ കയറ്റുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതാണ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് പെറ്റലാണ് ഇപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ ചെയ്യുന്നത്. ഒന്നും കൂടി കാണിച്ചത്. ഡബിൾ ക്രോഷ്യ യാൺ ഓവർ ചെയ്യുക. മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. യാൺ ഓവർ ചെയ്യുക. പുൾ ത്രൂ ചെയ്യുക. 3 ലൂപ്പ് യാൺ ഓവർ ചെയ്യുക. 2 ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. യാൺ ഓവർ ചെയ്യുക. ബാക്കി 2 ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ചെയിൻ ചെയ്യണം. ചെയിൻ ചെയ്യാനായിട്ട് യാൺ ഓവർ ചെയ്യുക. പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. പുൾ ത്രൂ ചെയ്യുക. 2 ചെയിൻ വേണം. 2 ചെയിൻ ചെയ്ത ശേഷം നമുക്ക് വേണ്ടതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൂപ്പ് ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഹുക്ക് കയറ്റുക. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ആ മാജിക് റിങ് ഒന്ന് പുൾ ത്രൂ ചെയ്യുക. പിന്നെയുള്ള 2 ലൂപ്പ് ആ ഒന്നാമത്തെ ലൂപ്പ് പിടിച്ചിട്ട് പുൾ ത്രൂ ചെയ്യുക. അപ്പം നമ്മുടെ ഫസ്റ്റ് പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെ ഉണ്ടാവും. അപ്പം ഈ മാജിക് റിങ്ങിൻ്റെ ഈ ഭാഗം ഒന്ന് വലിച്ചു കഴിയുക. ജസ്റ്റ് മാത്രം ഒന്ന് വലിച്ചാൽ മതി. നല്ലോണം വലിക്കേണ്ട. ഹുക്ക് കൂടിയിട്ട് വേണം കേട്ടോ വലിക്കാൻ. യെസ്. അപ്പം നമ്മുടെ ഫസ്റ്റ് പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് പെറ്റൽ ചെയ്യാനായിട്ട് 2 ചെയിൻ ചെയ്യുക. അത് കഴിഞ്ഞ് ഡബിൾ ക്രോഷ് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് കടത്തുക. പുൾ ത്രൂ ചെയ്യുക. ബാക്കി 2 ലൂപ്പിലേക്ക് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. ബാക്കി 2 ലൂപ്പിലേക്ക് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. അപ്പോൾ ഒരു ഡബിൾ ക്രോഷയായി. ഇങ്ങനെ കിട്ടും. അടുത്ത ഡബിൾ ക്രോഷയ്ക്ക് വേണ്ടി യാൺ ഓവർ ചെയ്യുക. മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക. പുൾ ത്രൂ ചെയ്യുക. 2 ലൂപ്പിലേക്ക് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. 2 ലൂപ്പിലേക്ക് യാൺ ഓവർ ചെയ്ത് പുൾ ത്രൂ ചെയ്യുക. അപ്പം ഇങ്ങനെ കിട്ടും. ഇങ്ങനെ സെക്കൻഡ് ഇത് വേണ്ടി 2 ചെയിൻ ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. പുൾ ത്രൂ ചെയ്യുക. അത് കഴിഞ്ഞ് സ്ലിപ്പ് സ്റ്റിച്ചാണ്. നമ്മുടെ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് കിടത്തുക. പുൾ ത്രൂ ചെയ്യുക. മാജിക് റിങ് മാത്രം പുൾ ത്രൂ ചെയ്യരുത്. പിന്നെ 2 ലൂപ്പ് ഇത് ഫസ്റ്റ് ലൂപ്പിൽ പുൾ ത്രൂ ചെയ്യുക. ഫസ്റ്റ് ലൂപ്പ് പിടിച്ച് പുൾ ത്രൂ ചെയ്യുമ്പോൾ സെക്കൻഡ് പെറ്റലും ഇവിടെ റെഡിയായി. അപ്പം ഇങ്ങനെ ഉണ്ടാവും. യെസ്. നെക്സ്റ്റ് പെറ്റൽ ചെയ്യാനായിട്ട് യാൺ ഓവർ ചെയ്യുക. പുൾ ത്രൂ ചെയ്യുക. യാൺ ഓവർ ചെയ്യുക. പുൾ ത്രൂ ചെയ്യുക. 2 ചെയിനായി.
അത് കഴിഞ്ഞ് ഡബിൾ ക്രോഷ്യ ചെയ്യുക, yarn over ചെയ്യുക, മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് അടുത്ത് yarn over ചെയ്യുക, pull through ചെയ്യുക, അടുത്ത yarn over ചെയ്യുക, pull through ചെയ്യുക, yarn over ചെയ്യുക, pull through ചെയ്യുക. അടുത്തത് ഒരു ഡബിൾ ക്രോഷ്യം കൂടി വേണം. yarn over ചെയ്യുക, മാജിക് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക, yarn over ചെയ്യുക, pull through ചെയ്യുക. അത് കഴിഞ്ഞ് ബാക്കി 2 ലൂപ്പിലേക്ക് കൂടെ pull through ചെയ്യാം. പിന്നെ 2 ചെയിൻ ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പം നമ്മുടെ 3 പെറ്റൽ റെഡി ആയിട്ടുണ്ട് ഇവിടെ. അടുത്തത് നമുക്ക് എന്താ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം 5 പെറ്റലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് 2 പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്ത് വരിക. 2 പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് വരാം. 4 പെറ്റലായിട്ടുണ്ട് ഇവിടെ. ഇനി ഒരു പെറ്റലും കൂടി ചെയ്തെടുക്കണം. ഒരു പ്രാവശ്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ 2 പ്രാവശ്യം ചെയിൻ ചെയ്യുക. പിന്നെ നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്യണം. പിന്നെ ഒരു ഡബിൾ ക്രോഷ്യം കൂടെ ചെയ്യണം. അത് കഴിഞ്ഞ് 2 ചെയിൻ ചെയ്യണം. ഇത് കഴിഞ്ഞ് സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇടണം. അപ്പം നമ്മുടെ 5 പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര പെറ്റൽ ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇവിടെ 5 പെറ്റലാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം ചെയ്തതിലും 5 പെറ്റൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ യാണൊന്ന് പിടിച്ച് വലിക്കുക. വലിച്ച് കഴിയുമ്പോൾ നല്ല മുറുക്ക വലിക്കണം. വലിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള മാജിക് സർക്കിൾ എന്ന് പറഞ്ഞ സാധനം ക്ലോസ് ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫ്ലവർ കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ബൈ ബൈ.